തടവിൽ കഴിയുന്ന മന്ത്രിമാരെ സ്ഥാനത്തു നിന്നും പുറത്താക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിൽ മാറ്റത്തിന് ജെപിസിയുടെ ശുപാർശ. സ്ഥാനത്തു നിന്നും പുറത്താക്കുന്നതിന് പകരം സസ്പെൻഷൻ നടപടി മതിയെന്നാണ് ശുപാർശ. കുറ്റവിമുക്തരാക്കപ്പെട്ടാൽ പിന്നാലെ സസ്പെൻഷനും പിൻവലിക്കപ്പെടുമെന്നും മാറ്റം വരുത്തണം. ഈ നിർദ്ദേശം സംയുക്ത പാർലമെന്ററി സമിതി അംഗങ്ങളെല്ലാം അംഗീകരിച്ചു. കേസ് തീർപ്പാക്കുന്നതിന് മുൻപ് കർശന നടപടി ഉചിതമല്ല എന്നാണ് ജെപിസിയുടെ വിലയിരുത്തൽ. പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ 30 ദിവസം തുടർച്ചയായി തടവിൽ കഴിഞ്ഞാൽ സ്ഥാനം നഷ്ടപ്പെടും എന്നതാണ് ബില്ലിലെ വ്യവസ്ഥ. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ ഈ ബില്ലിലെ ഏറ്റവും അടിസ്ഥാനപരമായ വ്യവസ്ഥ ഇതാണല്ലോ, ഈ 30 ദിവസം തുടർച്ചയായി തടവിൽ കഴിഞ്ഞാൽ ആ സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ളത്. അപ്പോൾ ആ വ്യവസ്ഥ യിൽ തന്നെ കാര്യമായ ഭേദഗതി വരുത്തുന്നു എന്നാണോ മനസ്സിലാക്കാനാവുന്നത്? ജെപിസിയുടെ നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചോ? ജെപിസിയിലെ അംഗങ്ങൾക്കെല്ലാം ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായമാണ് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ബിജെപിയുടെ ലോക്സഭാ അംഗം അപരാജിത സാരംഗിയുടെ നേതൃത്വത്തിലുള്ള സംയുക്ത പാർലമെന്ററി സമിതിയാണ് ഈ ബില്ലിൽ ഇങ്ങനെ ഒരു ശുപാർശ വെച്ചിരിക്കുന്നത്. 130ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഇത് അവതരിപ്പിക്കുകയും പിന്നീട് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുകയും ചെയ്തതാണ്. പറഞ്ഞതുപോലെ ഇതിന്റെ ബില്ലിന്റെ സത്ത നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ളൊരു ഭേദഗതി നിർദ്ദേശമാണ് സംയുക്ത പാർലമെന്ററി സമിതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ 30 ദിവസം തുടർച്ചയായി തടവിൽ കഴിഞ്ഞാൽ അവരുടെ സ്ഥാനം സ്വാഭാവികമായി തന്നെ നഷ്ടമാകുന്ന രൂപത്തിലുള്ള ഒരു ബില്ല് അത് നിയമമാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ജെപിസി നിർദ്ദേശിച്ചിരിക്കുന്നതാകട്ടെ സസ്പെൻഷൻ മതി എന്നുള്ളതാണ്. പുറത്താക്കുക എന്നത് മാറ്റി സസ്പെൻഷൻ എന്ന നിലയിൽ ബില്ല് ഭേദഗതി ചെയ്യണം. മാത്രമല്ല കുറ്റവിമുക്തരാക്കപ്പെട്ടാൽ സസ്പെൻഷൻ സ്വയമേ പിൻവലിക്കപ്പെടും എന്നുകൂടി ഉൾപ്പെടുത്തണം എന്നതാണ് പുതിയ നിർദ്ദേശമായി വന്നിരിക്കുന്നത്. കേസ് തീർപ്പാക്കുന്നതിന് മുൻപ് ഗുരുതരമല്ലാത്ത കുറ്റകൃത്യങ്ങളൊക്കെ ആണെങ്കിൽ കേസ് തീർപ്പാക്കുന്നതിന് മുൻപ് കർശന നടപടി സ്വീകരിക്കുന്നത് ഉചിതമാകില്ല എന്നതാണ് ജെപിസിയുടെ വിലയിരുത്തൽ. ഏതായാലും വളരെ വിവാദമായ ഒരു ബില്ലാണ്. പല പാർട്ടികൾക്കും ഇതിനോട് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയൊക്കെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും അവരുടെ സ്ഥാനം തെറിപ്പിച്ചു കളയാൻ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ഈ നിയമം എന്നുള്ളത് സാധ്യതയുണ്ട് എന്ന വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടെയാണ് ബിജെപിയുടെ തന്നെ നേതൃത്വത്തിലുള്ള ജെപിസി സംയുക്ത പാർലമെന്ററി സമിതി സസ്പെൻഷൻ മതി, പുറത്താക്കേണ്ടതില്ല 30 ദിവസം തുടർച്ചയായി തടവിൽ കഴിഞ്ഞാൽ എന്ന നിലയിലുള്ള ഒരു ഭേദഗതി നിർദ്ദേശം ഈ ബില്ലിൽ വെച്ചിരിക്കുന്നത്. വരുന്ന വർഷകാല പാർലമെന്റ് സമ്മേളനത്തിൽ ഈ ബില്ല് പരിഗണിക്കുമെന്നാണ് കരുതുന്നത്. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.